ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 7 ഭൂമിയും ജീവലോകവും. ഭൗമ പരിണാമത്തെ സംബന്ധിക്കുന്ന ശാസ്ത്രലോകത്തിന്റെ നിഗമനമാണ് തന്നിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഏതാണ്ട് 480 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം. സൂര്യന്റെ ഒരു ഭാഗം അടർന്നു മാറി. അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി തീർന്നു. നിരന്തരമായി നടന്ന തിളച്ചുമറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണമായി മാറി. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമോപരിതലം. നിരന്തരവും വ്യാപകവുമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്ക് വന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയുമുണ്ടായി. ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ സമുദ്രങ്ങളുണ്ടായി. ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു. ഒടുവിൽ മനുഷ്യനും. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? സൂര്യനിൽ നിന്ന് അടർന്നു മാറിയ ഭാഗങ്ങളാണ് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളായി പരിണമിച്ചത്. ഭൂമി തണുത്തപ്പോൾ ശിലാനിർമ്മിതമായ ഒരു പുറംപാളിയും വാതകങ്ങൾ നിറഞ്ഞ അന്തരീക്ഷവും രൂപപ്പെട്ടു. അന്തരീക്ഷവായു തണുത്ത് മേഘങ്ങളും മഴയും ഉണ്ടായതിലൂടെ ഭൂമിയിൽ സമുദ്രങ്ങൾ രൂപം കൊണ്ടു. ഭൗതിക മണ്ഡലങ്ങൾ രൂപം കൊണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടാണ് ഭൂമിയിൽ ജീവൻ രൂപം കൊണ്ടത്. ജൈവ പരിണാമത്തിന്റെ അവസാന ഘട്ടത്തിലാണ് മനുഷ്യവർഗം ആവിർഭവിച്ചത്. കരയും ജലവും വായുവും ഒടുവിൽ ജീവജാലങ്ങളും ഇന്നു കാണുന്ന തരത്തിലേക്ക് പരിണമിച്ചതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പിനാധാരം. ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പിനാധാരമായ ഈ മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ആദ്യമായി ശിലാമണ്ഡലം. എന്താണ് ശിലാമണ്ഡലം? പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ രൂപങ്ങൾ, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം. ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെ. ശിലാമണ്ഡലത്തിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത്? പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ, ഇവയെല്ലാം ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ്. നോക്കൂ, പർവ്വതങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. പീഠഭൂമികൾ മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും
ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. സമതലങ്ങളോ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളാണ് സമതലങ്ങൾ. കരയിൽ കാണുന്നത് പോലെ പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇവയൊക്കെ സമുദ്രത്തിനടിയിലുമുണ്ട്. തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. ശിലാമണ്ഡലം മനുഷ്യന് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്നതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. റോഡ് നിർമ്മാണം, കൃഷി, വീട് നിർമ്മാണം, പാറ പൊട്ടിക്കൽ, മറ്റേതെല്ലാം രീതിയിലാണ് ശിലാമണ്ഡലത്തെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്? ഖനനം, വനവൽക്കരണം, വിനോദസഞ്ചാരം, റെയിൽപാതകളുടെ നിർമ്മാണം, ഇഷ്ടിക നിർമ്മാണം, മണൽവാരൽ തുടങ്ങിയ രീതിയിലെല്ലാം മനുഷ്യൻ ശിലാമണ്ഡലത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടതാണെന്ന് മനസ്സിലായല്ലോ. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് മണ്ണ്. മണ്ണുണ്ടാവുന്നത് എങ്ങനെയാണ്? മണ്ണിനെ അറിയാം. അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ പൊടിയുന്നു. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ നിരന്തരം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. നമ്മുടെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താറുണ്ട്. മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം? രാസവളങ്ങളുടെ അമിതോപയോഗം, രാസകീടനാശിനികളുടെ അമിതോപയോഗം, പിന്നെയോ പ്ലാസ്റ്റിക് പോലെയുള്ള ഖരമാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്നു. നൂറ്റാണ്ടുകളുടെ പ്രവർത്തന ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. ഇന്ന് മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകളിലൂടെ എന്നേക്കുമായി നശിച്ചു പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണ് മണ്ണ്. മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ മണ്ണിനെ മാത്രമല്ല ശിലാമണ്ഡലത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏതാനും ഉദാഹരണങ്ങളാണ് തന്നിരിക്കുന്നത്. മൺമറയുന്ന വയലുകൾ. ഒരു കാലത്ത് കേരള തനിമയുടെ സവിശേഷതയായിരുന്നു വിശാലമായ വയലുകൾ. എന്നാൽ ഇന്നോ? നമ്മുടെ വയലുകളും മറ്റു ചതുപ്പ് പ്രദേശങ്ങളുമൊക്കെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഇടങ്ങളാണ് നാം ഇങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലൂടെ അത് എന്നേക്കുമായി നഷ്ടമാവുന്നു. ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി വയലുകളിൽ നിലനിൽക്കുന്ന ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യർ കുഴിച്ചെടുത്ത് ചൂളകളിൽ ചുട്ടെടുക്കുകയാണ്. വയലുകളിൽ ചെളിയാണ് വെള്ളം ശേഖരിക്കുന്നത്. ചെളിയില്ലെങ്കിൽ വയലില്ല. ചിലയിടങ്ങളിലെ വയലിലെ ചെളി നീക്കി അതിനടിയിലെ മണലാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ശിലാമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് പുഴയിലെ മണൽവാരൽ. സമൃദ്ധമായി ഒഴുകിയിരുന്ന നമ്മുടെ നദികളിൽ പലതിലും മഴക്കാലം കഴിയുന്നതോടെ ജലനിരപ്പിൽ വലിയ കുറവാണുണ്ടാകുന്നത്. എന്താണിതിന് കാരണം? നദികളിലെ മണൽവാരലിന്റെ ഫലമായി അടിത്തട്ടിന്റെ ആഴം കൂടുന്നതാണ് ഇതിനു കാരണം. ഇത് സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നദികളുടെ വശങ്ങൾ ഇടിയുന്നതിന് കാരണമാകുന്നു. മണലിനു വേണ്ടി മനുഷ്യർ നദീതീരങ്ങൾ വ്യാപകമായി ഇടിക്കുന്നുണ്ട്. വളക്കൂറുള്ള നദീതീരങ്ങൾ ഇടിയുന്നത് ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമാണ് വരുത്തിവെക്കുന്നത്.
വയലുകൾ നികത്തുന്നതും പുഴയിലെ മണൽ വാരലുമെല്ലാം ശിലാമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് കുന്നിടിക്കൽ. സഞ്ചരിക്കുന്ന കുന്നുകൾ. മുമ്പ് കുന്നുകയറിപ്പോകുന്ന ലോറികളായിരുന്നു മലയാളികൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ലോറികളിൽ കയറിപ്പോകുന്ന കുന്നുകൾ പതിവു കാഴ്ചയായിരിക്കുന്നു. അതിശക്തരായ മണ്ണുമാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടെ നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാന്തിയെടുത്ത് ലോറികളിലേറ്റി കൊണ്ടുപോകുന്നു. കുന്നിടിക്കൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് വ്യാപകമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ്. കുന്നുകൾ ഇടിച്ചു മാറ്റുന്നത് ജലലഭ്യതയെ എങ്ങനെ ബാധിക്കും? കുന്നുകൾ ജലസംഭരണ കേന്ദ്രങ്ങളാണ്. കുന്നുകൾ ഇടിച്ചു മാറ്റുന്നതിലൂടെ ജലലഭ്യത കുറയും. കുന്നിടിച്ചു മാറ്റുന്നതിലൂടെ ഉണ്ടാവുന്ന മറ്റൊരു വിപത്താണ് ഉരുൾപൊട്ടൽ. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. മറ്റേതെല്ലാം പ്രവർത്തനങ്ങളാണ് മണ്ണിന്റെ നാശത്തിനു കാരണമാകുന്നത്? വനനശീകരണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, പാറ പൊട്ടിക്കൽ, ഖനനം, കനാൽ നിർമ്മാണം, മുറ്റം കോൺക്രീറ്റ് ചെയ്യൽ ഇവയെല്ലാം മണ്ണിന്റെ നാശത്തിന് കാരണമാവുന്നു. മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? മണ്ണിലേക്ക് പിന്നെ ജലത്തിന് ആഴ്ന്നിറങ്ങാൻ സാധിക്കുമോ? ഇല്ല. ബദലുകൾ തേടാം. പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ അവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാക്കും. അമിത വിഭവ ചൂഷണത്തിന്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബദലുകൾ തേടേണ്ടത് ആവശ്യമാണ്. വയലുകളിലെ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരം ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്, കളിമൺപാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ നിർമ്മിക്കുന്ന സങ്കേതം നിലവിലുണ്ട്. ഇത് പരിസര മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. അതുപോലെ തന്നെ പുഴകളിലെ മണലിനു പകരം പാറപ്പൊടി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധേയമാണ്. ഉറപ്പിലും ഈടിലും പാറപ്പൊടി മണലിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്നാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. ശിലാമണ്ഡലത്തെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ്. ഭൂമിയിൽ എവിടെയെല്ലാമാണ് ജലം കാണപ്പെടുന്നത്? സമുദ്രങ്ങൾ, തടാകങ്ങൾ, നദികൾ, കുളങ്ങൾ, ഭൂമിയുടെ അന്തർഭാഗം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ജലം കാണപ്പെടുന്നുണ്ട്. ഭൂമിയിൽ ഏതെല്ലാം അവസ്ഥയിലാണ് ജലം കാണപ്പെടുന്നത്? ധ്രുവപ്രദേശങ്ങളിലും ഉയരം കൂടിയ പർവ്വതങ്ങളിലും ഖരരൂപത്തിൽ ജലം കാണപ്പെടുന്നു, മഞ്ഞായി കാണപ്പെടുന്നു. അന്തരീക്ഷത്തിലാണെങ്കിലോ നീരാവിയായി ജലം കാണപ്പെടുന്നു. ദ്രാവകാവസ്ഥയിലും ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടുതൽ ഭാഗവും ജലമാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. എങ്കിലും ഭൂമിയിൽ ശുദ്ധജല ദൗർലഭ്യത്തിനുള്ള കാരണം എന്താവാം? ഭൂമിയിൽ 2/3 ഭാഗം ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് ശുദ്ധജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ശുദ്ധജലം അത്യന്താപേക്ഷിതമാണ്. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം 1% താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറഞ്ഞുകിടക്കുകയാണ്. ഭൂമിക്കടിയിലുള്ള ജലവും മനുഷ്യന് ഉപയോഗത്തിനെടുക്കാൻ പലയിടത്തും ഏറെ പരിമിതികളുണ്ട്. വയൽ നികത്തുന്നതും പുഴയിൽ നിന്ന് മണൽ വാരുന്നതുമെല്ലാം ജലദൗർലഭ്യത്തിന് കാരണമാകുന്നുവെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. സ്വതവേ ദുർലഭമായ ഒന്നാണ് ശുദ്ധജലം. മനുഷ്യന്റെ
അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് ശുദ്ധജലം തികച്ചും കിട്ടാക്കനിയായി മാറുകയാണ്. ഒഴുകിയകലുന്ന മഴവെള്ളം. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം കടലിലെത്തുന്നു എന്നാണ് കണക്ക്. നിങ്ങളുടെ നാട്ടിലെ ശുദ്ധജല സ്രോതസ്സുകളുടെ മലിനീകരണത്തെപ്പറ്റി പഠനം നടത്തി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്? നിങ്ങളുടെ നാട്ടിലെ പ്രധാന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ജലസ്രോതസ്സുകളിലെ ജലത്തിന്റെ നിലവാരം കുടിക്കാൻ യോഗ്യമാണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ജലസ്രോതസ്സുകളെ മലിനമാക്കുന്ന ഉറവിടങ്ങൾ ഏതെല്ലാം? ജലസ്രോതസ്സുകളുടെ മലിനീകരണം ചുറ്റുപാടും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ജലസ്രോതസ്സുകളെ ഉപയോഗയോഗ്യമാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാം? വിവരങ്ങൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നാം ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വേണം നമുക്കൊരു ശാസ്ത്രീയ സ്ഥലജല പരിപാലനം. തന്നിട്ടുള്ള ചിത്രം ശ്രദ്ധിക്കൂ. കുന്നിൻ ചെരുവുകളിൽ നടത്താറുള്ള തട്ടുകളായുള്ള കൃഷിരീതിയുടെ ചിത്രമാണ്. കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. കുന്നിടിച്ചു മാറ്റാതെ തന്നെ കുന്നിൻ ചെരുവിലും കൃഷി ചെയ്യാം. തട്ടുകളായുള്ള രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത്. കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി കൃഷി ചെയ്യുക. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്കു പകരം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. മലഞ്ചെരിവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്കു പകരം അതാതിടത്തു കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. മണ്ണു സംരക്ഷണ കയ്യാലകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുക. ഗാർഹിക വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. മണ്ണിന്റെ ദാഹം മാറ്റാം. നമ്മളിൽ പലരും വീടിന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. ചിലർ തറയോട് പാകുന്നു. ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങാനുള്ള അവസരമാണ് അവർ എന്നേക്കുമായി അടച്ചുകളയുന്നത്. അതിനു പകരം കരിങ്കൽ ചീളുകൾ പാകൂ. അവയ്ക്കിടയിൽ പുല്ല് വെച്ച് പിടിപ്പിക്കാം. കാഴ്ചയ്ക്ക് ഭംഗിയുമുണ്ട്. വെള്ളത്തിനു മണ്ണിലേക്ക് താഴുന്നതിന് തടസ്സവുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ ശാസ്ത്രീയ സ്ഥലജല പരിപാലനം നമുക്ക് സാധ്യമാക്കാം. മഹാരാഷ്ട്രയിലെ മഴ കുറഞ്ഞ ഒരു ഗ്രാമമായ റാലേഗാൻ സിദ്ധിയിൽ മനുഷ്യരുടെ പ്രവർത്തനം ആ ഗ്രാമത്തെ വാസയോഗ്യമാക്കി മാറ്റിയ അനുഭവ പാഠമാണ് തന്നിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന ചെറുഗ്രാമം വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്ററിൽ താഴെ മഴ മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. അതുതന്നെ സ്ഥിരമായി ലഭിക്കാറുമില്ല. ഉപരിജലത്തിൽ നിന്നും 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില, വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണറുകൾ, കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യാവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിളവ്, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം ഇതൊക്കെയായിരുന്നു 1975 മുൻപുള്ള റാലേഗാൻ സിദ്ധിയുടെ ചരിത്രം. 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബുറാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. കാർഷിക വൃത്തി പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഒപ്പം
കൃഷി മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. അമിതമായി ജലം ആവശ്യമുള്ള കരിമ്പിനു പകരം ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തി പകരം പൊതുകിണറുകൾക്ക് പ്രാധാന്യം നൽകി. ഇന്നവർക്ക് 7 പൊതുകിണറുകളുണ്ട്. അവയിൽ ഇഷ്ടം പോലെ വെള്ളവും. ഗ്രാമത്തിൽ എവിടെയും വെള്ളമെത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളുമുണ്ട്. മണ്ണു സംരക്ഷണം അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ ഗ്രാമത്തിലെമ്പാടുമായി ധാരാളം മരങ്ങൾ വച്ചുപിടിപ്പിച്ചു. ഇന്നവിടെ ഒരു ഇന്റർമീഡിയറ്റ് കോളേജ്, സ്കൂളുകൾ, സഹകരണ സംഘങ്ങൾ, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെയുണ്ട്. ഒരു ഗ്രാമത്തിലെ ആളുകൾ മുഴുവനും കൂട്ടായി നിന്നുകൊണ്ട് അവരുടെ നാടിനെ മാറ്റിയെടുത്ത കഥയാണ് റാലെഗാൻ സിദ്ധിയിലെ വിജയഗാഥ. വായുമണ്ഡലം. നമുക്കാവശ്യമായ ജീവവായു എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും വായു മലിനീകരണമാണ്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു കൂടിയേ തീരൂ. അന്തരീക്ഷം നമുക്ക് ഏതെല്ലാം വിധത്തിലാണ് പ്രയോജനപ്പെടുന്നത്? സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. നമ്മുടെ പ്രാണവായു ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഹാനികരമായ അൾട്രാവയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്നത് അന്തരീക്ഷമാണ്. മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണവും അന്തരീക്ഷമാണ്. ഭൂമിയിൽ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് വ്യക്തമായല്ലോ. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്നത്? ശീതീകരണികളിൽ ഉപയോഗിക്കുന്ന വാതകങ്ങൾ, വ്യവസായങ്ങളിൽ നിന്നുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും, വാഹന പുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത്, ധാതു ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത്, ഇവയെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് വൻതോതിൽ നിരവധി മാരക രാസവസ്തുക്കളും വാതകങ്ങളും വായുവിൽ കലരുന്നുണ്ട്. വായുവിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഓക്സിജൻ പാർലറുകൾ. ജപ്പാനിലെ നഗരങ്ങളിൽ കുറെ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണ് ഓക്സിജൻ പാർലറുകൾ. ഈ പാർലറിനുള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? ശുദ്ധവായുവിന്റെ കുറവ് മൂലം. ശുദ്ധവായു കുറയാൻ കാരണം എന്താവാം? വാഹനങ്ങളിൽ നിന്നും മറ്റും അന്തരീക്ഷത്തിലേക്ക് കലരുന്ന പുക, വ്യവസായശാലകളിൽ നിന്നുള്ള മാരകമായ രാസവസ്തുക്കളും വാതകങ്ങളും കലരുന്നത്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളെക്കുറിച്ച് വിവരശേഖരണം നടത്തൂ. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നതിന് പകരം ഇത്തരം മാലിന്യങ്ങളുടെ പുനരുപയോഗത്തിനുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടെത്തുക. വാഹനങ്ങളുടെ എഞ്ചിൻ കാര്യക്ഷമത കൂട്ടുന്നതിലൂടെ ഇന്ധന ഉപയോഗവും അതിലൂടെ ഉണ്ടാകുന്ന പുകയും കുറയ്ക്കാനാകും. വനനശീകരണം ചെറുക്കുകയും മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുകയും പ്രകാശ സംശ്ലേഷണത്തിനായി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വലിച്ചെടുക്കുകയും വലിയ അളവിൽ ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യും. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം
പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കൂടുതലായി പ്രയോജനപ്പെടുത്തിയാൽ അന്തരീക്ഷത്തിലെത്തുന്ന പുകയുടെ അളവ് നിയന്ത്രിക്കാം. ജൈവമണ്ഡലം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ഭൂമിയിലെ വിവിധ മണ്ഡലങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ ഊർജവും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? സൂര്യനിൽ നിന്നാണ്. മനുഷ്യരുടെയും സസ്യജന്തുജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് ശിലാജല വായുമണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും. സസ്യങ്ങളുടെ നിലനിൽപ്പിന് എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? ജലം വേണം, ധാതുലവണങ്ങൾ വേണം, കാർബൺ ഡൈ ഓക്സൈഡും വേണം. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് എവിടെ നിന്നാണ്? അന്തരീക്ഷത്തിൽ നിന്നാണ്. അതുപോലെ ധാതുലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും ജലം ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാവുമായിരുന്നോ? ഇല്ല. സസ്യങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനാവുമോ? ഇല്ല. സ്ഥലജല വായു ജൈവമണ്ഡലങ്ങൾക്ക് മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവൃത്തികൾ കനത്ത ആഘാതം ഏൽപ്പിക്കുന്നു. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എന്തെല്ലാമാണ് പ്രകൃതി ദുരന്തങ്ങൾ? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നതുമായ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചതിനു ശേഷം രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കാതെ നോക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് തന്നിട്ടുള്ളത്. ഉരുൾപൊട്ടൽ. കുത്തനെ ചെരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. ചിത്രത്തിലേക്ക് നോക്കൂ. 2001 തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിലും ഇടുക്കി ജില്ലയിലെ വെണ്ണിയാലിയിലും ഉരുൾപൊട്ടലുണ്ടായി. 2013 ചീയപ്പാറയിലും 2012 പുല്ലൂരാമ്പാറയിലും ഉരുൾപൊട്ടലുണ്ടായി. ഈ അടുത്തുണ്ടായത് ഏതാണ്? 2019 കവളപ്പാറ എന്ന സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ടായി. ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾക്ക് മിക്കതിനും കാരണം. ഉരുൾപൊട്ടലുണ്ടായാൽ ഇനി എന്താണ് ചെയ്യേണ്ടത്? എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക. ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക. പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക. വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക. വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ഇവയെല്ലാമാണ് ഉരുൾപൊട്ടലുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. വെള്ളപ്പൊക്കം. എന്താണ് വെള്ളപ്പൊക്കം? മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാകാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞൊഴുകുന്നു. അതിനെയാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കത്തെ നേരിടാം. പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വയ്ക്കരുത്. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്. അവ മണ്ണിട്ടു മൂടരുത്. തീരത്തു താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. വെള്ളം കയറുന്നുണ്ടെങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളുമാണ് തന്നിരിക്കുന്നത്. കേരള റവന്യൂ
ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവയെല്ലാം പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലുണ്ടാകുന്ന ആഘാതങ്ങൾ മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും. ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യൻ ശ്രദ്ധാപൂർവം വേണം ഇടപെടുവാൻ. അല്ലാത്തപക്ഷം പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കുവാൻ കഴിയാത്ത ഒരിടമായി മാറും എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1 ഉം 2 ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.